ടെക്കോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. മച്ചാന്മാർ ഞാൻ വന്നേക്കുന്നത് കുമിൻസിൻ്റെ പുള്ളിങ് ടൈപ്പ് സോളിനോയിഡിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മളതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളിതാ ഇതുണ്ടോ, ഈ സോളിനോയിഡിൻ്റെ ഇതുണ്ട്, ഈ ലിവർ പുഷ് ഇങ്ങനെ നിന്നാൽ മാത്രമേ എൻജിൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇതിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻജിൻ സ്റ്റാർട്ട് ആകത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പൾസ് കൊടുക്കുമ്പം ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫസ്റ്റ് ഇതിനെ ഒന്ന് പുള്ള് ചെയ്യും, ദെൻ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് എൻജിൻ റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ആകത്തില്ല, ഇങ്ങനെ ക്രാങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്തൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലും മെയിനായിട്ട് വരുന്ന 3 കണക്ഷനാണ്. ഒന്ന് ഇത് വന്നിട്ട് ബ്ലാക്ക് വയർ വന്നിട്ട് ഇതുണ്ടോ, ഈ സെൻറ്ററിൽ നമ്മുടെ എർത്ത് ബാറ്ററി നെഗറ്റീവ്, ഈ വലുതും ബാറ്ററി നെഗറ്റീവ്. പിന്നെ ഈ പുള്ള് നെയ്തിയേക്കുന്നതാണ്. അതായത് നമ്മുടെ എൻജിൻ ക്രാങ്ക് കൊടുക്കുമ്പം ക്രാങ്കിൻ്റെ ഒപ്പം തന്നെ ഒരു പൾസ് നമുക്ക് ഈ വയറിൽ നിന്നൊരു പൾസ് വരുന്നുണ്ട്. അതായത് ഈ റെഡ് ഇതിനകത്തൊരു പൾസ് വന്നിട്ടാണ് ഇതിനെ പുള്ള് ചെയ്യുന്നത്. അതായത് ആ ലിവർ നമ്മുടെ സോളിനോയിഡിൻ്റെ പമ്പിൻ്റെ വെഹിക്കിളുള്ള ലിവർ പുള്ള് ചെയ്തിട്ട് ആണ് എൻജിൻ സ്റ്റാർട്ടാകുന്നത്. പുള്ള് ചെയ്ത് കഴിയുമ്പം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിലെ സപ്ലൈ അങ്ങോട്ടിട്ട് ഇതുണ്ട്, ഈ താഴെ ഒരു ഹോൾഡ് വ്യക്തമായിട്ടാണ് ഹോൾഡ് നെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ വയറാണ് പിന്നെ ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഈ പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. ഇതിനകത്ത് നെഗറ്റീവ് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഹോൾഡിലാണ് വോൾട്ടേജ് ഉണ്ട്. ബാറ്ററി വോൾട്ടേജ് തന്നെയാണ് ഇതിനകത്ത് 3 വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പുള്ളി ചെയ്തിട്ട് ഇതിനെ സംഭവം വിട്ടു. ഇതിനകത്ത് പിന്നെ വോൾട്ടേജ് ഉണ്ടാവില്ല, 0 വോൾട്ടേജ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ഇതൊന്നും, ഇതിനകത്ത് പോസിറ്റീവ് 12 വോൾട്ടേജാണ്. അപ്പോൾ ഈ ഹോൾഡിലാണ് പിന്നെ വോൾട്ടേജ് ഉള്ളത്. ഈ ഹോൾഡിൽ നമുക്ക് കൺട്രോളർ ഫുൾ ടൈം വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കും, റിലേ വഴി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അഥവാ ഈ ഹോൾഡിനകത്ത് എവിടെയെങ്കിലും 12 വോൾട്ട് നഷ്ടപ്പെട്ട് റിലേ വഴി കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് സോളിനോട് വീഴുകയും എൻജിൻ ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പുള്ളിനകത്ത് സപ്ലൈ വന്നില്ലെങ്കിലും ഇത് പിടിക്കത്തില്ല. അപ്പോൾ എൻജിൻ ക്രാങ്ക് ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, കണ്ടിന്യൂസ് ക്രാങ്ക് ആയിക്കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ക്രാങ്കായിട്ടൊന്ന് വിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഫാൾട്ട് അലാറൊന്ന് കാണിച്ചുകൊണ്ട്. അപ്പം ഇതാണ് 3 കണക്ഷൻ കുമിൻസിൻ്റെ സോളിനോയിഡിന് വരുന്നതാണ്. കുമിൻസിൻ്റെ എൻജിന് മിക്ക സോളിനോയിഡിനും ഇതാണ് വരുന്നത്. മച്ചന്മാരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം ബാറ്ററി വോൾട്ടേജാണ്, 12 വോൾട്ടേജ്. ഇത് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ടും ചെക്ക് ചെയ്യാം. അതായത് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് വോൾട്ടേജ് വരുന്നുണ്ടോ, വിട്ടു പോകുന്നുണ്ടോ, ഹോൾഡ് ചെയ്യുമ്പോൾ ക്രാങ്ക് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, ഹോൾഡ് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കംപ്ലൈൻ്റ് ആണെങ്കിലും ഇതേ കംപ്ലൈൻറ്റ് സംഭവിക്കും. അതായത് ബാറ്ററി വോൾട്ടേജ് കുറവുണ്ടെങ്കിലും ഇതേപോലെ തന്നെ സംഭവിക്കും. ഇത് ഹോൾഡാകാതെ പുള്ളാകാതെയൊക്കെ കംപ്ലൈൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചേക്കാൻ മറക്കില്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.